വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കേക്കാണ്. പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാം. അതിലേക്ക് ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. 50 ഗ്രാം ഡയറി മിൽക്ക് ചെറുതായി മുറിച്ച് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മളത് ഡബിൾ ബോയിൽ ചെയ്താണ് എടുക്കുന്നത്. ഇപ്പോൾ ഡയറി മിൽക്ക് നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. 2 പാക്കറ്റ് ബോർബോൺ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. 1/2 കപ്പ് തിളപ്പിച്ച് തണുപ്പിച്ച പാലെടുത്തിട്ടുണ്ട്. നമുക്കത് കുറേശ്ശെയായി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കാം കേക്കിനുള്ള. കുറച്ചും കൂടെ പാലൊഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കാം. ഇപ്പോൾ നമ്മുടെ ഡയറി മിൽക്ക് നല്ല ഉരുകി വന്നിട്ടുണ്ട്. കട്ടി തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ടിൽ ഓയിൽ ഒഴിച്ച് നന്നായി തടവിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ ബിസ്ക്കറ്റ് മിശ്രിതം ചേർക്കാം. അങ്ങനെ ഓരോ തട്ടിലും ബിസ്ക്കറ്റ് മിശ്രിതം ഓരോ സ്പൂണായിട്ട് ഒഴിച്ചെടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ച് ഡയറി മിൽക്ക് ഒഴിക്കാം. 1 സ്പൂൺ. ഇനി ഡയറി മിൽക്കിന്റെ മുകളിലായിട്ട് കുറച്ചും കൂടി നമുക്ക് ബിസ്ക്കറ്റ് മിശ്രിതം ചേർക്കാം. നന്നായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു റൗണ്ട് ഷേപ്പാണ് നമുക്ക് വേണ്ടത്. എല്ലാം ഒന്ന് സ്പൂൺ കൊണ്ട് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഓയിൽ തടവിയിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പോരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എല്ലാം നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളപ്പിച്ച് വെച്ച ഇഡ്ഡലിത്തട്ടിൽ വെച്ച് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മുറിക്കുമ്പോൾ കാണാം വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഡയറി മിൽക്കൊക്കെ മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.